അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണം 265. വിമാനയാത്രികരെ കൂടാതെ സമീപത്തെ BJ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും പ്രദേശവാസികളും ഉൾപ്പെടെ 24 പേരും കൊല്ലപ്പെട്ടു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങി. തിരിച്ചറിയാത്തവരുടെ DNA പരിശോധനയും തുടരുകയാണ്. നിർണായക തെളിവാകേണ്ട കോക്പിറ്റിലെ ബ്ലാക്ക് ബോക്സ് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അപകട സ്ഥലത്തുനിന്ന് DVR കണ്ടെടുത്തു. ഗുജറാത്ത് ATS DVR കണ്ടെത്തിയത് ഇത് എയർ ഇന്ത്യ വിമാനത്തിൻ്റെതാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അപകട സ്ഥലം പ്രധാനമന്ത്രി സന്ദർശിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും ചേർന്നു. PR അരവിന്ദ് ഇപ്പോൾ അഹമ്മദാബാദിലെ ആശുപത്രിയിൽ നിന്ന് തത്സമയ വിശദാംശങ്ങൾ നൽകും. അരവിന്ദ്, നമുക്കിപ്പോൾ 265 എന്നുള്ള ഏറെക്കുറെ സ്ഥിരീകരിച്ച ഒരു മരണസംഖ്യ നമ്മുടെ മുന്നിലുണ്ട്. 241 പേർ ആ വിമാനത്തിലുണ്ടായിരുന്നതും പിന്നീട് ആ ഹോസ്റ്റലിനകത്തും നാട്ടുകാരൊക്കെയായ 24 പേരും. ഈ 265 തന്നെ ഒതുങ്ങുമെന്നാണോ ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ആശുപത്രിയിൽ നൽകാനുള്ള വിവരങ്ങളും കാഴ്ചകളും എന്താണ്? സൈഫുദ്ദീൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഹോസ്പിറ്റലിൽ BJ ഹോസ്പിറ്റലിലെ DNA പരിശോധിക്കുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് ഈ DNA അടക്കം പരിശോധിക്കുന്നത്. ഇവിടെ തങ്ങളുടെ ഉറ്റവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഉറ്റവരുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി DNA നൽകാൻ വേണ്ടി നിരവധി പേരാണ് എത്തുന്നത്. അവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ബാക്കി നടപടിക്രമങ്ങളടക്കം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ആദ്യം ഇവിടെ വന്ന ഫോമുകൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷമാണ് ആ സാമ്പിളുകൾ അടക്കം നൽകുക. സാമ്പിൾ നൽകിയാൽ ഏകദേശം മണിക്കൂറുകൾ, ഒരുപക്ഷെ 24 മണിക്കൂർ അതുപോലെ തന്നെ 48 മണിക്കൂർ വരെ ഫലം കാണാൻ കാലതാമസമുണ്ടെന്നതാണ് നമുക്കിപ്പോൾ ഇവിടുന്ന് ലഭിക്കുന്ന വിവരം. കാരണം 265 മൃതദേഹങ്ങളുണ്ട്. ഇതിൽ 6ഓളം മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളാണ്. DNA പരിശോധനയ്ക്ക് സമയമെടുക്കും. അതുപോലെ തന്നെ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ DNA സാമ്പിളുകൾ നൽകണം എന്നൊരു അഭ്യർത്ഥന കൂടി ഇവർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. എന്തായാലും നിരവധി പേർ ഇതിനോടകം തന്നെ വിദേശത്തു നിന്നടക്കം നിരവധി പേർ ഇതിനോടകം തന്നെ തങ്ങളുടെ സാമ്പിളുകൾ ഇവിടെ വന്ന് നൽകിയിട്ടുണ്ട്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായാണ് ഓരോരുത്തരും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത്. എന്തായാലും ഈ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ പരിശോധനകൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെ ഗുജറാത്ത് സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും വ്യക്തമാക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ തങ്ങളുടെ ഉറ്റവർക്ക് ഉറ്റവരുടെ ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഗുജറാത്ത് സർക്കാർ വ്യക്തമാക്കുന്നു. അതേസമയം ഈ അപകടം നടന്ന മേഖലയിൽ പരിശോധന ശക്തമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. NDRFന്റെ നേതൃത്വത്തിൽ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വലിയ പരിശോധനകൾ ഉണ്ടായിരുന്നു. കാരണം അവിടെ പൂർണ്ണമായും വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കുന്നുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധന ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നടത്തുന്നുണ്ട്. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നടത്തിയ പരിശോധനയിലാണ് ഒരു DVR അടക്കം കണ്ടെത്തിയത്. ഇത് വിമാനത്തിൻ്റെതാണെന്നുള്ള കാര്യം പരിശോധിച്ച് വരികയാണെന്ന് കൂടി ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുകയാണ്. ഗുജറാത്ത് ATS ആണ് ഈ DVR കണ്ടെത്തുകയും ഒരു ഉദ്യോഗസ്ഥൻ അത് പുറത്തേക്ക് കൊണ്ടുവരികയുമായിരുന്നു. വിമാനത്തിന്റെ ഉള്ളിലുള്ള അവസാന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ വിമാനത്തിൻ്റെതാണെങ്കിൽ ഈ അവസാന നിമിഷങ്ങളിലെ ദൃശ്യങ്ങളടക്കം ഈ DVRൽ ഉണ്ടാകും. ഇത് പരിശോധിച്ച് ഇതിൽ നിന്ന് വിവരം ശേഖരണം അടക്കം നടത്താൻ സാധിക്കുമെന്നതാണ് വിദഗ്ധർ അടക്കം പറയുന്നത്. പക്ഷേ വിമാനത്തിൻ്റെതാണോ ഈ DVR എന്നുള്ള കാര്യത്തിൽ ഒരു ഫോറൻസിക് പരിശോധന നടക്കുമെന്നതാണ് ഇപ്പോൾ സർക്കാരും അതുപോലെ തന്നെ ഗുജറാത്ത് ATS അടക്കം വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ തന്നെ ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു എന്നതാണ് സർക്കാർ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം പിൻഭാഗത്ത് നിന്നുള്ള ബ്ലാക്ക് ബോക്സിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. കാരണം മുൻഭാഗത്ത് ഈ കോക്പിറ്റിലുണ്ടായിരുന്ന ഈ ബ്ലാക്ക് ബോക്സിന്റെ ഭാഗം, അതായത് പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണം ഉൾപ്പെടെ റെക്കോർഡ് ചെയ്യുന്ന ആ ഭാഗത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെ രാത്രിയും നടന്നിരുന്നു. നമ്മൾ ഇന്നലെ നടന്ന 10 മണിയോടുകൂടിയാണ് ഈ അപകട മേഖലയിലേക്ക് മാധ്യമങ്ങൾക്ക് ഒരു വിലക്ക് ഏർപ്പെടുത്തിയത്. അതിനുശേഷം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത് ലഭിക്കുകയാണെങ്കിൽ ഇതിലെ വിവരങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കും. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക വിശദീകരണം ലഭിക്കേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ പ്രദേശവാസികളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 100-ലധികം പ്രദേശവാസികൾ മരിച്ചു എന്ന് പലരും പറയുന്നുണ്ട്. വൈകാരികമായ ഒരു അഭിപ്രായ പ്രകടനമാണോ അല്ലെ ഇതാണോ യഥാർത്ഥ കണക്കെന്ന് പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. 265 എന്നുള്ള BJ മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ PR അരവിന്ദ് നൽകിയത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്ന